അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇൻഷാ അല്ലാഹ് ഞാനൊരു ചെറിയ കഥ പറഞ്ഞു തുടങ്ങാം. ഒരിക്കൽ ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വിദ്യാഭ്യാസ മേഖലയിൽ സകല വിപ്ലവവും സൃഷ്ടിച്ച മനുഷ്യനാണ്. എന്തൊക്കെ നേടാൻ പറ്റുമോ അതൊക്കെ നേടിയിട്ടുണ്ട് ആ മനുഷ്യൻ. അങ്ങനെ അദ്ദേഹം മാസമായിക്കൊണ്ട് ഒരു കാറിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യാണ്. ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ കാർ അങ്ങ് പഞ്ചറായി. അദ്ദേഹം ആകെ കുടുങ്ങി. അദ്ദേഹം പുറത്തിറങ്ങി, ടയർ മാറ്റണം, വേറെ വഴിയൊന്നുമില്ല. ടയർ മാറ്റാൻ വേണ്ടിയിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി ടയറിന്റെ നെട്ടും ബോർഡ്സൊക്കെ അങ്ങനെ ഊരിയിട്ട് അദ്ദേഹം ഒരു നിലത്ത് വെക്കുകയാണ്. ആ വെച്ച സമയത്താണെങ്കിലോ അദ്ദേഹം ഒരു ഡ്രൈനേജിന്റെ അടുത്താണ് വെച്ചിട്ടുള്ളത്. അപ്പൊ അദ്ദേഹത്തിന്റെ കൈ തട്ടിക്കൊണ്ട് അറിയാതെ അതിലുള്ള നെട്ടും ബോർഡ്സൊക്കെ നേരെ ആ ഡ്രൈനേജിലേക്കാണ് ചാടി. മൂപ്പരാകെ ബേജാറായി, എന്ത് ചെയ്യണം? കാറിൽ മുമ്പോട്ട് പോകണമെങ്കിൽ ടയർ വേണം, ടയർ പഞ്ചറാണ്, മാറ്റണമെങ്കിൽ നെട്ടും ബോർഡ്സും വേണം, എന്ത് ചെയ്യും? എന്തും കാട്ടാൻ പറ്റാതെ മൂപ്പരിങ്ങനെ അന്തം മുട്ടിക്കണ സമയത്ത് മൂപ്പര് ആലോചിക്ക, റബ്ബേ എവിടുന്നേലും എന്തെങ്കിലും വഹി വന്നാലും ഇപ്പൊ റെഡിയാക്കി പോവേനി. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ വരാ. ആ മനുഷ്യൻ വന്നിട്ട് എന്താ പറ്റിയത്? അപ്പൊ പറഞ്ഞു, ഇങ്ങനെ ടയറിന്റെ പഞ്ചറായി, അത് ഊരി മാറ്റാനിടയിൽ അതിന്റെ നെട്ടും ബോർഡ്സൊക്കെ പോയി, ഇപ്പൊ ഞാൻ എന്താട്ടണം കരുതാക്കാണ്. അപ്പൊ മൂപ്പര് പറഞ്ഞു, ഇവിടുന്ന് കുറച്ചാണ്ട് പോയി 10 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അവിടെ പോയി ഒക്കെ റെഡിയാവും. അങ്ങനെ ആ മനുഷ്യന് ഇങ്ങനെ പറഞ്ഞു, 10 കിലോമീറ്ററിൽ എങ്ങനെ ഞാൻ പോവാ, എൻ്റെ ഒരു ടയർ കാര്യം സീന. അപ്പൊ അങ്ങനെ ആ മനുഷ്യൻ അങ്ങനെ കണക്ക് കൂട്ടിയാണ്ട് മൂപ്പര് പറഞ്ഞ്, എന്നാലും ഒരു പ്ലാൻ ചെയ്യും, ഒരു വഴി ഉണ്ട്. എന്താ ചോദിച്ചാൽ ബാക്കിയുള്ള 3 ടയറിനും ഓരോ നെറ്റ്സ് ഇങ്ങനെ ഊരിക്കോളി, എന്നിട്ട് ആ ഊരിയിട്ട് എന്താക്കുക, ഈ ടയറിന് ഇട്ട് കൊടുക്കുക. അപ്പൊ എല്ലാ ടയറിനും 3 ഈച്ചാകും. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് അവിടെ പോകാനുള്ള ഒരു വഴി ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ മനുഷ്യൻ അങ്ങനെ ആലോചിച്ചു, പടച്ച തമ്പുരാനെ, എത്രങ്ങാനും വിദ്യാഭ്യാസ ഡിഗ്രികൾ ഞാൻ നേടിയിട്ടുണ്ട്, പക്ഷെ ഈ ടയർ പഞ്ചറായപ്പോൾ ടയറിന്റെ നെട്ടും ബോർഡ്സും പോയപ്പോൾ എന്ത് കാട്ടണം? ഒരു രക്ഷയില്ല. ഒരു ഡിഗ്രിയും വന്നില്ല ടയറും നെട്ടും ബോൾസൊക്കെ റെഡിയാക്കാൻ. ഒരു വിദ്യാഭ്യാസത്തിൽ ഒരു പുസ്തകവും വന്നില്ല ടയർ മാറ്റിയിടാൻ. ഇപ്പൊ ഇയാളാണല്ലോ വന്നിട്ട് ഇയാൾക്കൊരു സമ്മാനം കൊടുത്തു, അയാൾ വേണ്ട, അതൊന്നും വേണ്ട, അങ്ങനെ തിരിച്ചു കൊടുത്തു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ധാരാളം ഡിഗ്രികൾ നേടലല്ല, നമ്മുടെ ദിശയാണ് നമുക്ക് വേണ്ടത്. നമ്മൾ എന്താണ് ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനുള്ള ദിശ, അതാണ് നമുക്ക് നിർണ്ണയിച്ചേണ്ടത്. അത് നമ്മൾ വളരെ നല്ല രൂപത്തിൽ സെറ്റ് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ വിഷയമായി തന്നെയാണ്, ഡിഗ്രി അല്ല ദിശയാണ് നിർണായകം. അപ്പോൾ നമ്മളൊരു ദിശയിലേക്ക് ഇങ്ങനെ പോകണമെങ്കിൽ ഫസ്റ്റ് നമുക്കൊരു ലക്ഷ്യം വേണം. ലക്ഷ്യമില്ലാതെ കുറേ ഡിഗ്രികളൊന്നും വാങ്ങിക്കൂട്ടിയിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എങ്ങനെ നമ്മൾ ലക്ഷ്യം നേടാം? നമ്മൾ സദാസമയം ഫാത്തിഹയിലും ഫാത്തിഹ സൂറത്തിൽ ഓതുമ്പോൾ ഇങ്ങനെ പറയും, ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ എന്നെ നല്ല വഴിയിൽ കൊണ്ടുപോകണേ, നല്ല രീതി, നല്ല ലക്ഷ്യം തരണേ, നല്ല ദിശ തരണേ എന്നൊക്കെ പറയും. പക്ഷേ ആ ദിശ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ 4 കാര്യങ്ങൾ പാലിക്കേണ്ടതുണ്ട്. ഒന്നാമതായി കൊണ്ട് പറയാൻ കാണാൻ സാധിക്കും, നോ വാട്ട് യു ലവ്. എന്താണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്? നമ്മളിപ്പോൾ ഒരു ലക്ഷ്യം, ആ ലക്ഷ്യം നമുക്ക് എന്താവാനാണോ ഇഷ്ടം അത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. ഇതാവാനാണ് എനിക്ക് ഡോക്ടർ ആവാനാണ്, അങ്ങനെ എന്നാ ഡോക്ടർ ആവാം. അല്ല മറ്റുള്ളവർ, ഒരു പക്ഷേ ഇപ്പോൾ ഒരു കഥയിൽ കാണാൻ സാധിക്കും, ഒരു റഹ്മാൻ പറഞ്ഞ മനുഷ്യൻ്റെ, അതേ വലിയ വിദ്യാഭ്യാസ മേഖലയിലൊക്കെ വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനൊക്കെയാണ്. മൂപ്പര് വലിയൊരു ആഗ്രഹമാണ് ഡിസൈനർ ആവണമെന്ന്. പക്ഷെ നാട്ടുകാരൊക്കെ പറഞ്ഞു, റഹ്മാനെ എന്തായിക്കോ, ഒരു ഡോക്ടർ ആയിക്കോ, ഒരു നല്ലൊരു ഡോക്ടർ ആയിക്കോ, അതിനുള്ള പരിപാടിയൊക്കെ എൻ്റെ അടുത്തുണ്ടല്ലോ, ഇത് ഡോക്ടർ ആയിക്കോ പറഞ്ഞു. പക്ഷെ മൂപ്പർക്ക് ഒരു ഡിസൈനർ ആവാനാണ് ആഗ്രഹം. അങ്ങനെ നാട്ടുകാർ പറയണ കേട്ട് ഡോക്ടർ ആവാനുള്ള എല്ലാ പടികളും, എല്ലാ പഠനത്തിന്റെ എല്ലാ വിപ്ലവങ്ങളും സൃഷ്ടിച്ച മനുഷ്യൻ ഇങ്ങനെ ഉയർന്ന ഇടയിൽ മൂപ്പർക്ക് അവിടെ നിന്ന് ഒരു ചടപ്പണ് തോന്നി. എന്റെ ശരിക്കും പറഞ്ഞാൽ ഇതല്ലല്ലോ എൻ്റെത്, ഇതൊരു ഡിസൈനർ ആവാണല്ലോ. മൂപ്പര് ഡോക്ടർ ആവാൻ വേണ്ടി നിൽക്കുക, പക്ഷെ അപ്പോഴും മൂപ്പർക്ക് ഡിസൈനർ ആവാന്നാണ് മൂപ്പര് ഉള്ളിൽ. പക്ഷെ നാട്ടുകാർ പറയാം, ഇത് ഡോക്ടർ ആയിക്കോ. അങ്ങനെ ഡോക്ടർ ആവാൻ വേണ്ടി പോയ മൂപ്പര് അവസാനം എന്തായി? ഒരു ഡിസൈനറായി. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുറെ ഡിഗ്രികൾ നേടുന്നതിന് മുമ്പായിട്ട് നമ്മളൊരു ദിശ, ഒരു ലക്ഷ്യം നമ്മൾ സെറ്റാക്കണം. ഈ ലക്ഷ്യം ഉണ്ടെങ്കിൽ ആ ലക്ഷ്യത്തിലേക്കുള്ള ദിശ നമുക്ക് സെറ്റാക്കാൻ സാധിക്കും. അപ്പൊ നമ്മൾ ഒന്നാമതായിക്കൊണ്ട് നമ്മൾ എന്താവാനാണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ അതിനെത്രമാത്രം നമ്മളെ കൊണ്ട് ഐഡന്റിഫൈ യുവർ സ്ട്രെങ്ത്, നമ്മളെ കൊണ്ട് എത്രമാത്രം അതാവാൻ കഴിയും, ഇനി എന്തൊക്കെ വേണം ഈ ആവാൻ, അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സെറ്റ് എ ഫ്യൂച്ചർ വിഷൻ. ഇപ്പൊ നമ്മളിങ്ങനെ ഒരു ഡോക്ടർ ആയി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒരു കളക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ ഭാവിയിൽ ഉണ്ടാക്കാൻ പറ്റും, എന്തൊക്കെ ഭാവിയിൽ ചെയ്യാൻ പറ്റും നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ബ്രേക്ക് എ ബിഗ് ഗോൾസ്. ഒരു പക്ഷെ വലിയ ലക്ഷ്യങ്ങളായിരിക്കും, വലിയ ലക്ഷ്യങ്ങൾ, വലിയ വലിയ സംഭവം, പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, അതിന്റെ മേലെന്തിനാണ്, അതൊക്കെ ആവാനായിരിക്കും. പക്ഷേ അതാവാൻ വേണ്ടി ഇത്രയും റിസ്ക് അല്ലേ,
നടക്കൂല. അങ്ങനെ ഇപ്പൊ പറയും. അപ്പൊ നമ്മൾ എന്താക്കണം, ഈ വലിയ ലക്ഷ്യം ബിഗ് ഗോൾസിന് നമ്മൾ എന്താക്കണം, ഒരു സ്മോൾ ആയിട്ട്, ഒരു സ്ട്രോങ് ഇല്ലാതെ ഒരു സ്മോൾ പാത്താക്കിയിട്ട് ചെറിയ ഘട്ടങ്ങളായിട്ട് നമ്മുടെ വഴികൾ നമ്മൾ കൊണ്ടുപോയാൽ വലിയ ലക്ഷ്യങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ളവരെ, ഇങ്ങനെ ഒരു ലക്ഷ്യം നമ്മൾ നേടിയെടുക്കുകയാണെങ്കിൽ, അങ്ങനെ ഒരു ലക്ഷ്യം, നമ്മളൊരു സെറ്റ് ഗോൾ, നമ്മളങ്ങനെ ഒരു ഗോൾ സെറ്റ് ചെയ്തു, എനിക്ക് ഇന്നതാവണം, എനിക്ക് ഡോക്ടർ ആവണം, അല്ലെങ്കിൽ എനിക്ക് മറ്റു കളക്ടർ ആവണം, അല്ലെങ്കിൽ വക്കീലാകണം, അങ്ങനെ ഒരു ലക്ഷ്യം നമ്മൾ സെറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ദിശ കിട്ടും. അപ്പൊ ആ ദിശയിലേക്ക് നമ്മൾ കണ്ടെത്തേണ്ടത് ഏറ്റവും വലിയ ട്രൈ ഡിഫറെന്റ് എക്സ്പീരിയൻസ്. ധാരാളം ആളുകൾ ഉണ്ടാവും, ഒരു പക്ഷേ MBBS, നമുക്ക് MBBS ആണെന്ന് ആഗ്രഹമെങ്കിൽ ധാരാളം വ്യത്യസ്തങ്ങളായിട്ടുള്ള ആളുകൾ ഉണ്ടാവും MBBS. അവരോടൊക്കെ പോയി ചോദിക്കാം, എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങളുടെ എക്സ്പീരിയൻസ്? അങ്ങനെ എല്ലാ എക്സ്പീരിയൻസ് നമ്മൾ മനസ്സിലാക്കി എന്തൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടതെന്നൊക്കെ മനസ്സിലാക്കിയാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. രണ്ടാമതായിക്കൊണ്ട് നമുക്ക് ഉണ്ടാക്കേണ്ടത് ആസ്ക് എ ഗൈഡൻസ് ഫ്രം എക്സ്പേർട്സ്. ധാരാളം എക്സ്പേർട്സ് ആയിട്ടുള്ള ആളുകളുണ്ടാവും, ഇങ്ങനത്തെ വിഷയങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് കോച്ചിങ് കൊടുക്കുന്ന, കോച്ചിങ് സെന്ററുകൾ കൈകാര്യം ചെയ്യുന്ന, ട്രെയിനിങ് കൊടുക്കുന്ന ധാരാളം, അവരോടൊക്കെ പോയിട്ട് ഇതിനെ പറ്റിയിട്ട് അഭിപ്രായങ്ങൾ ചെയ്യും. ഇങ്ങനെ ആവാനാണ്, ഇങ്ങനെയൊക്കെ ഇത്ര സ്ട്രെങ്ത്തിന്റെ കയ്യിലുണ്ട്, ഇത്ര സംഭവങ്ങൾ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എന്തൊക്കെ ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അതുപോലെ തന്നെ മാച്ച് പാഷൻ വിത്ത് ഓപ്പർച്യൂണിറ്റി. നമ്മുടെ ഈ ഇതുമായിട്ട് നമ്മുടെ ഈ അവസരങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ എന്താക്കാം, നമ്മുടെ പാഷനെ കമ്പയർ ചെയ്തിട്ട് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ചെക്ക് ആൻഡ് കറക്റ്റ് യുവർ പാത്ത്. നമ്മുടെ ഈ വഴിയിൽ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ള ഡോക്ടർ ആവുക എന്നുള്ള ആ ഒരു വഴിയിലേക്കുള്ള മാർഗങ്ങളിൽ എന്തൊക്കെ തെറ്റുകൾ തിരുത്താനുണ്ട്, എന്തൊക്കെ തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോകാനുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെ നമ്മൾ ഈ ലക്ഷ്യം റെഡിയാക്കിക്കൊണ്ട്, ദിശ റെഡിയാക്കിക്കൊണ്ട് പോവുകയാണ് നമുക്ക് വിജയത്തിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അല്ല, ഒരിക്കലും നമുക്ക് സാധ്യമല്ല. കാരണം നമ്മളൊക്കെ ഇപ്പോൾ ഇവിടെ പത്രത്തിൽ വായിച്ചതാണ്, SIR ഭാഗമായിക്കൊണ്ട് ഒരു BLO ആത്മഹത്യ ചെയ്തു. അദ്ദേഹം വിദ്യാഭ്യാസ മേഖല വളരെയധികം വിദ്യാഭ്യാസത്തിന്റെ മുന്നിൽ ഉന്നതിയിലെത്തി നിൽക്കുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിന് സിറ്റുവേഷൻ മാനേജ്മെന്റ് ഇല്ല, എന്ത് ചെയ്യണം എന്നറിയുന്നില്ല. കുറെ പണികൾ ഇങ്ങനെ മേത്തേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിന് വേറൊരു ഓപ്ഷൻ ഇല്ല. അങ്ങനെ അദ്ദേഹം മനുഷ്യൻ എന്തായി, ആത്മഹത്യയിലേക്ക് പോകുകയാണ്. അതുപോലെ തന്നെ എലോൺ മസ്കിനെ എടുത്തു നോക്കുകയാണെങ്കിൽ, ഒരിക്കൽ എലോൺ മസ്കിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡിഗ്രി എന്താ? മൂപ്പര് അത്തരം വിഷയങ്ങളും ചർച്ച ചെയ്യണ്ട, ഒഴിവാക്കി. പക്ഷെ മൂപ്പരാണെന്ന് വലിയ പണക്കാരനായി മാറിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, ധാരാളം ഡിഗ്രികൾ ഉണ്ട് എന്ന് കരുതിയിട്ട് നമുക്ക് എന്തും നേടാൻ പറ്റില്ല. പക്ഷേ ആ ഡിഗ്രികൾ നമ്മളൊരു ദിശയാക്കിക്കൊണ്ട് നമ്മൾ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മറ്റൊരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും, വിദ്യാഭ്യാസം പഠിച്ചാൻ കജൂല പറഞ്ഞിട്ട് ഒരാളെ പുറത്താക്കി. മൂപ്പർക്കാണെങ്കിലോ കമ്മ്യൂണിക്കേഷൻ, ടെക്നോളജി, അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, ഈ 3 കാര്യങ്ങളാണ് മൂപ്പരെ കയ്യിലുള്ളത്. എന്നാലാണെങ്കിലോ മൂപ്പരെ സ്കൂളിൽ നിന്ന് പുറത്താക്കി, പഠിച്ചാൻ കജൂല, പഠനത്തിൽ ഇദ്ദേഹം ബേക്കോട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ സ്കൂളിൽ നിന്ന് പുറത്താക്കുന്ന സാഹചര്യത്തിൽ ആ മനുഷ്യൻ എന്ത് കാട്ടണം തീരുമാനിച്ചു, ഇന്നെ കൊണ്ട് എന്തായാലും പുസ്തകം പഠിച്ച് പരീക്ഷയ്ക്ക് പാസ്സാവാൻ നടക്കൂല. അങ്ങനെ മൂപ്പര് മനസ്സിലാക്കി, മൂപ്പര് ക്രിയേറ്റിവിറ്റി നടക്കും, ഡിസൈനർ ആവാം. അങ്ങനെ ഡിസൈനറിന്റെ ഒരു കോച്ചിങ് ഒക്കെ സ്ഥലത്ത് പോയി പഠിച്ചാനല്ല, എന്താ സംഭവം എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പോയ സാഹചര്യത്തിൽ ആ മനുഷ്യൻ ഇങ്ങനെ കണക്ക് കൂട്ടിയാണ്ട്, ആ മനുഷ്യൻ ഇങ്ങനെ പ്ലാൻ ഇട്ടാണ്ട് മനുഷ്യൻ പറയാണ്, ഓക്കെ, എനിക്ക് വലിയൊരു ഡിസൈനർ ആവാൻ വേണ്ടി സാധിക്കും. അങ്ങനെ ആ മനുഷ്യന് നമ്മളൊക്കെ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ വിലയുള്ള ഐഫോണിന്റെ ഫോണ്ട് കണ്ടെത്തിയ മനുഷ്യനായി മാറി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ നല്ലൊരു ലക്ഷ്യത്തോടു കൂടി ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കി ആ ലക്ഷ്യത്തിലേക്കുള്ള ദിശ കണ്ടെത്തിയതിനു ശേഷം ഡിഗ്രികൾ എത്രയും എടുത്താൽ നമുക്ക് നന്നാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.